രാജ്യത്തെ ആദ്യ അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളം. കേരളപ്പിറവി ദിനമായ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തും. വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. പൊതുസമ്മേളനത്തിൽ ഇന്ത്യൻ സിനിമാ ഇതിഹാസങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ തീരുമാനമായിരുന്നു അതിദാരിദ്ര്യമുക്തി. ഇതിനായുള്ള സമഗ്ര പരിശോധനയിലൂടെ 64,006 കുടുംബങ്ങളിലായി 1,03,099 അതിദരിദ്ര വ്യക്തികളെ കണ്ടെത്തി. ആഹാരം പോലും കണ്ടെത്താൻ കഴിയാത്ത 20,648 അതിദരിദ്ര കുടുംബങ്ങളുണ്ടായിരുന്നു. 2022 ഏപ്രിൽ 1 മുതൽ ഇവർക്ക് ഭക്ഷണവും ചികിത്സയും ഉറപ്പുവരുത്തി. 4,677 പുതിയ വീട് പണിതതിൽ 4,005 പൂർത്തിയായി. 672 വീടുകളുടെ നിർമ്മാണം ഉടനെ പൂർത്തിയാകും. പണി തീരുന്നതുവരെ ഇവരെ സുരക്ഷിതമായി മറ്റൊരിടത്ത് താമസിപ്പിക്കും. പുനരുദ്ധാരണം ആവശ്യമായ 5,646 വീടുകളിൽ 5,522 വീടുകളും പൂർത്തിയായി. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സർക്കാർ ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. കേരളപ്പിറവി ദിനമായ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും. വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനത്തിൽ ഇന്ത്യൻ സിനിമാ ഇതിഹാസങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. അങ്ങനെ അവസാനത്തെ അതിദരിദ്രനെയും മോചിപ്പിച്ച് ജനങ്ങൾക്കൊപ്പമാണ് എന്നും ഇടത് സർക്കാരെന്ന് വീണ്ടും തെളിയിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.